യെസ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കാണാറില്ല എന്നാണ് ഭാവന പറഞ്ഞത്. അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മോശം പറയുന്നവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുവെങ്കിൽ കിട്ടട്ടെ എന്നും ഭാവന പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത്രേ ഉള്ളൂ. അതിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ഇടും, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ അവിടെ വരുന്ന എന്തെങ്കിലും റെസ്പോൺസ്, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഹായ് തരും, അങ്ങനെയൊക്കെ, അത്രയൊക്കെ തന്നെ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വേദനിപ്പിക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല, പിന്നെ അറിയില്ലല്ലോ. ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ അവർ പറയും, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ. എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അവർ പറയട്ടെ, ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഈ PR ഇത്രയും പണം ചെലവൊക്കെ ഈ സമൂഹ മാധ്യമത്തിൽ ആളുകൾ നടത്തുന്ന ചർച്ചയൊന്നും ഭാവന കാണുപോലില്ല. കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം ഞാൻ കാണാറില്ല. ബിക്കോസ് എന്തിനാണ്, മുൻപൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതുമ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. ബിക്കോസ് ഇവർക്ക് ആർക്കും എന്നെയോ എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്തൊന്നും അറിയാൻ ശ്രമിക്കുക പോലും വേണ്ട. സോ കാണുമ്പോൾ തന്നെ മോശമായിട്ട് എന്തെങ്കിലും എഴുതുക എന്നുള്ളൊരു തോട്ടിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് നമ്മൾ എന്തുപോയി പറയാനാ? അപ്പോൾ അതാണ് അവരുടെ പേർപ്പസ് എങ്കിൽ എഴുതട്ടെ. അവർക്ക് അങ്ങനെ കണ്ടുടനെ, ചിലപ്പോൾ ഞാൻ വല്ല മഴയെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവും, എന്നാലും എന്തെങ്കിലും തെറി കളിച്ചേക്കാം. ചിലപ്പോൾ ഞാനിരുന്ന് വല്ല ഭക്ഷണത്തിനെ പറ്റിയായിരിക്കും പറയുന്നത്, എന്നാലും പോയി എന്തെങ്കിലും മോശം പറയാം. അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞതിന് എതിരഭിപ്രായത്തിന് അയക്കുകയായിരിക്കില്ല. കാണുമ്പോൾ തന്നെ ഓക്കെ, എന്നാൽ പോയി 2 മോശം എന്തെങ്കിലും എഴുതട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളെന്ത് പറയാൻ, അവർ എഴുതട്ടെ. സമൂഹ മാധ്യമത്തിലെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഇനി ഭാവനയുടെ കണ്ണെന്നറിയിക്കില്ല അല്ലേ? അങ്ങനെയൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് സ്റ്റേജ് കഴിഞ്ഞില്ലേ, പറയാൻ പറ്റില്ല അതൊന്നും. അത് നമ്മൾ അങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഇനി ഞാൻ അതിനൊരിക്കലും വിഷമിക്കില്ല എന്ന് തീരുമാനിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയോ നല്ല ലൈഫായി പോയേനെ. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഐ ക്യാൻ ഡു വൺ തിങ്, ഐ ക്യാൻ ഇഗ്നോർ. അതാ പറയണേ, പോയി അന്വേഷിക്കുക, പോയി എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക, കാര്യങ്ങൾ അവിടേക്ക് പോവാതിരിക്കുക. ഒരു നെഗറ്റീവ് സ്പേസ് ആണെങ്കിൽ അവിടേക്ക് പോവാതിരിക്കാൻ നമുക്ക് പറ്റും. പോയിട്ട് പിന്നെ വിഷമിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പോവാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. യെസ്, സിനിമയിലെ നല്ല മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ അനാവശ്യ ചർച്ചകളിലേക്ക് ഇനിയില്ല, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേത് അത് താൻ ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. രേണുക, ഈ വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാടുണ്ട്. അതോടൊപ്പം തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുന്നു, അവഗണിക്കേണ്ടതിനെ അവഗണിക്കുന്നു എന്ന് കൂടിയാണല്ലോ ഭാവന പറയുന്നത്. തീർച്ചയായും നമ്മൾക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ വാചാലയായി ഭാവന സംസാരിച്ചത് സിനിമയിലെ മാറ്റങ്ങളെ കുറിച്ചാണ് എന്ന് തന്നെ പറയാം. അഭിലാഷ്, സിനിമയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന കാര്യമാണ് എന്ന് ഭാവന പറയുന്നു. അത് എല്ലാ തലങ്ങളിലും ആ മാറ്റങ്ങളുണ്ട്. നമ്മളുടെ മലയാളം സിനിമ പണ്ട് മുതൽ തന്നെ നല്ല ഫിലിംസ് ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ മേഖലയിൽ. പക്ഷെ അതിപ്പോൾ എല്ലാ അതിർത്തികളും കടന്ന് എല്ലാവരിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സാങ്കേതികപരമായ മാറ്റമാണ്. അത് വളരെ സ്വീകാര്യതയാണ്. അത് മലയാള സിനിമയ്ക്ക് നൽകുന്ന പ്രോമിനൻസിനെ കുറിച്ച് ഭാവന പറയുന്നു. ഒപ്പം തന്നെ സിനിമാ സെറ്റുകൾ അത് ഇനിയും വലുതായി മാറിയിട്ടില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. സിനിമാ സെറ്റുകളിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല. സ്ത്രീ സൗഹൃദമായിട്ടുണ്ടോ സിനിമാ സെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഭാവന ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ വിദേശത്തൊക്കെ ഉള്ള സിനിമാ സെറ്റുകൾ കണ്ടാൽ അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രയാണ്, എങ്ങനെയാണ് സ്ത്രീകൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് എന്നത് പറയാം. തനിക്കിപ്പോൾ ഈ കാരവൻ കൾച്ചറൊക്കെ തനിക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അതിനപ്പുറം എത്രത്തോളം സ്ത്രീ സൗഹൃദം എന്നതിൽ ഇപ്പോഴും സംശയമുണ്ട് എന്നതാണ് ഭാവന ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയും വരണം സ്ത്രീകൾ, സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും കൂടുതൽ സ്ത്രീകൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയിലെ ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അത് വളരെ പോസിറ്റീവാണ് എന്ന് പറയുന്ന ഭാവനയോട് ആ മാറ്റങ്ങളുടെ തുടക്കം എവിടെയാണ്, ആ തുടക്കം അന്വേഷിച്ചു പോയാൽ അതിന് പിന്നിൽ താങ്കൾ അല്ലേ എന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഭാവന അവിടെ ഞാനാണ് എന്ന് ഞാൻ പറയില്ല എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭാവന പറയുന്നു. അതിന് പിന്നിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ താൻ ഉണ്ട് എങ്കിൽ അതിൽ സന്തോഷം എന്ന കാര്യമാണ് ഭാവന പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു എഫക്റ്റ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മലയാള സിനിമയിലെ മാറ്റത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം, അത് പോസിറ്റീവാണ് എന്ന് താൻ കരുതുന്നു എന്നതാണ് ഭാവന ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ നമ്മുടെ സിനിമാ മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നത് നമ്മൾ പരിശോധിച്ചാൽ അവിടെ ചില പവർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ പവർ ഗ്രൂപ്പുകൾ കഴിവുള്ളവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിൽക്കുന്നവരായിരുന്നു. അവർ വിചാരിക്കുന്നവർക്ക് മാത്രം സിനിമ ചെയ്യാനും അവർ
വിചാരിക്കുന്നവർക്ക് മാത്രം അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന മേഖലയായി നമ്മുടെ സിനിമ മാറിയിരുന്നു. അതായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. അവിടെയാണ് ഭാവനയുടെ ചില ബാരിയേഴ്സ് തകർന്നു എന്ന ഒരു പരാമർശമുണ്ട് നമുക്ക് നൽകിയ ഇന്റർവ്യൂ. ചില ബാരിയേഴ്സ് തകർന്നതോടുകൂടി കഴിവുള്ള ഒരുപാട് പേർ സിനിമ ചെയ്യുന്നു, അവർ സിനിമകൾ നിർമ്മിക്കുന്നു. അവരുടെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകും, ഇവരൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ആലോചിച്ചു പോകും. അപ്പോൾ കഴിവുള്ള ഒരുപാട് പേർക്ക് കടന്നു വരാൻ പറ്റാത്ത മേഖലയായിരുന്നു മലയാള സിനിമാ മേഖല. അവിടേക്ക് കഴിവുള്ള ആർക്കും എത്താൻ പറ്റുന്നു എന്നതാണ് മലയാള സിനിമയിലെ ഏറ്റവും പോസിറ്റീവായ മാറ്റം എന്നതാണ് ഭാവന പറയുന്നത്. ആ പോസിറ്റീവ് മാറ്റത്തിന് താൻ ഡയറക്റ്റായോ ഇൻഡയറക്റ്റ് ആയോ ഏതെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ, അത് ഞാനാണ് എന്ന ഒരു അവകാശവാദമൊന്നും തനിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഭാവന അതിനെക്കുറിച്ച് പറയുന്നില്ല. അവകാശവാദം എന്നതിനപ്പുറം ഞാൻ എസ് എന്ന് പോലും പറയുന്നില്ല. പക്ഷേ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ താൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. മലയാള സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു, കൂടുതൽ നല്ല ഫിലിംസ് ഉണ്ടാകുന്നു. ഭാവന റേറ്റ് ചെയ്യുന്നത് 10 സിനിമ ഇറങ്ങുമ്പോൾ 9 സിനിമയും മികച്ച സിനിമ എന്ന നിലയിൽ മലയാള സിനിമ മാറുന്നു എന്നതാണ്. ആ മാറ്റം ഏറ്റവും പോസിറ്റീവാണ്. ഭാവന പറയുന്നത് സിനിമ എത്രമാത്രം ഭാവന എന്ന നടിക്ക് പ്രധാനപ്പെട്ടതാണ് എന്നത് ആ അഭിമുഖം മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്രയും തീർച്ചയായും, അതായത് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ഭാവനയുടെ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയർന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായി വേദികളിൽ ഇപ്പോൾ ഭാവന നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ ആരോപണ പ്രത്യാരോപണങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം ആണ് ഭാവന നൽകുന്നത്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണമായ രൂപം ഇന്ന് രാത്രി 8:25 പ്രേക്ഷകർക്ക് ന്യൂസ് 18-ൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.